വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഔട്ടിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കൃത്യ സ്ഥലമാണ് ഗൈസ് ഞങ്ങൾ കണ്ടുപിടിച്ചെടുത്തത്. നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമായിരുന്നു അവിടെ. ഞാനപ്പം ഒരു പിങ്ക് സ്ലൈഡിൽ തന്നെ ഉദ്ഘാടനമൊക്കെ ചെയ്തു. അവിടെ ഞങ്ങൾ നല്ല പച്ചപ്പ്, അവിടെ കാണാൻ തന്നെ ഒരു മണിക്കൂറൊക്കെ തന്നെ വേണം ഗൈസ്. ഞാൻ പിന്നെ എനിക്ക് ഈ ഒരു സ്ലൈഡിൽ കയറാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം സേറായും ഞാനും കൂടി അതിനകത്ത് വന്നു. സേറ ഫ്രണ്ടിലും ഞാൻ ബാക്കിലും ആയിരുന്നു. നല്ല ചളി കോമഡി ആയിരുന്നു ഗൈസ് ഇതിനകത്ത്. പിന്നെ എനിക്ക് തന്നെ കയറണം എന്നൊരു കോൺഫിഡൻറ്റ് വന്നു. അപ്പം ഞാൻ ഫാമിലിയോട് ചോദിച്ചു, ഞാൻ പോട്ടെ. ഞാൻ അങ്ങനെ ഫാമിലിയോട് ചോദിച്ചു. അപ്പം ഫാമിലി പറഞ്ഞു പോ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം പിന്നെ ഞാനിപ്പം വരും, നിങ്ങളെ സമന്ത 1 2 3 സ്റ്റാർട്ട്. അതിന് മുമ്പേ തന്നെ ഞാൻ വന്നു ഗൈസ്. 1 2 3 സ്റ്റാർട്ട്. വരൂ. ഞാനിപ്പോൾ വരും ഗൈസ്. ഞാൻ വന്നു. പിന്നെ എൻ്റെ ചേച്ചി ഇത് ജിമ്മ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ചേച്ചി ഇതിലാണ് കയറിയത്. ഞാൻ അവിടെ ഊഞ്ഞാലൊക്കെ ആട്ടിയിരിക്കുമായിരുന്നു കേട്ടോ. ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ഇത് തന്നെയായിരുന്നു. ഞാൻ ഡക്കിൻ്റെ അത് പിന്നെ ചെറുതായതുകൊണ്ട് എനിക്ക് അത്ര പേടിയൊന്നുമില്ലായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അതിൽ സ്ലൈഡ് ചെയ്യാൻ. പിന്നെ ചേച്ചിക്ക് ഇതുണ്ടായിരുന്നു, ഇത് കുഴപ്പമില്ലായിരുന്നു, നല്ല രസമൊക്കെ ആയിരുന്നു കാല്. അപ്പം ഞാൻ വേറെ എന്തൊരു സ്ഥലത്തോട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ചേച്ചിയാണെങ്കിൽ എനിക്ക് ഊഞ്ഞാലൊക്കെ ആട്ടിത്തന്നു. അതിങ്ങനെ ചതുരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ചെരിഞ്ഞെരിഞ്ഞ് പോവുക. അപ്പോൾ എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു സ്ലൈഡിൽ കയറി. ഞാൻ കയറിയ 2 സ്ലൈഡും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉദ്ഘാടനം ചെയ്തൊരു സ്ലൈഡും പിന്നെ ഞാൻ ഈ ഒരു സ്ലൈഡ് നല്ല രസമുണ്ടായിരുന്നു. അവിടെ നല്ല പച്ചപ്പായതുകൊണ്ട് റോഡൊക്കെ പോലെയായിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ അവിടെ. ഞാൻ പിന്നെ ആ വണ്ടി അങ്ങ് അവിടെ നിർത്തി. പിന്നെ ഞാൻ വാട്ടറിൽ കയറിയപ്പോൾ അതിനേക്കാളും പരമസുഖമായിരുന്നു ഗൈസ്. അവിടെ നല്ല രസമുണ്ടായിരുന്നു. അവിടെയും സ്ലൈഡൊക്കെ ആയിരുന്നു ഫുള്ളും. എല്ലാം ഇതിൽ ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ ആ വാട്ടർ ഫുള്ളും. പിന്നെ ആ ഒരു ആനയുടെ വായിന്ന് വെള്ളം വീഴും. എനിക്ക് നല്ല മേളിൽ നിന്ന് വരുന്നുണ്ട്, നല്ല ഹെവി ആയി ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ നടുക്കിരിക്കുകയായിരുന്നു. നല്ല സെൻറ്ററിൽ നിൽക്കുമായിരുന്നു ഞങ്ങളുടെ തലയും ഇതൊക്കെ ഞങ്ങളിപ്പോൾ പറന്നു പോകേണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തെറിപ്പിച്ച് കളിച്ചു. അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. എൻ്റെ കാലൊക്കെ നീന്തി പോവായിരുന്നു ഗൈസ് വെള്ളത്തിൽ കൂടെ. ഞാൻ സാറയുടെ കൈ പിടിച്ച് നടക്കുന്നത്. പിന്നെ എന്നായിരുന്നു, ഞങ്ങളവിടെ വെള്ളത്തൊട്ടിൽ തന്നെ കളിക്കുമായിരുന്നു. നിങ്ങൾ കാണുന്ന ഓരോ റൈഡ്സിലും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വാട്ടറൊന്നും ഇല്ലാത്ത സ്ഥലത്ത് അവിടെ വേറൊരു സ്ഥലത്ത് കയറി കേട്ടോ. അതും ആ പാർക്കിൽ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. അത് നല്ലതായിരുന്നു. ചിൽഡ്രൻസിന് നല്ലതായിട്ട് കളിക്കാൻ പറ്റുന്ന സ്ഥലം. ഞാൻ അതിനകത്തുള്ള 3 സ്ഥലത്തൊക്കെ നല്ലതായിട്ട് ഞാൻ കയറി. അത് എനിക്ക് അപ്പം തന്നെ ഫീൽ കിട്ടി വണ്ടി കയറുന്ന കേട്ടോ. എന്ന് വെച്ചാൽ അതിനെ കിടന്ന് ആട്ടുമല്ലേ, എന്തോ വെടിവെക്കുന്ന എന്തോ ഒരു ഇതായിരുന്നു കേട്ടോ, ഒരു ഗെയിമായിരുന്നു. അതെനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് ഇതൊക്കെ എടുത്തു. പിന്നെ ഞാൻ പാർക്കിൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഒരു ഇത്. അപ്പം ഞാൻ അവിടുന്ന് പോപ്കോൺ മാത്രമേ മേടിച്ചുള്ളൂ. വേറൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പം ഞങ്ങൾ അവിടെ പപ്പയും മമ്മിയും എന്തോ ബട്ടൂര മേടിച്ചു കേട്ടോ. പപ്പയും മമ്മിയും ബട്ടൂര മേടിച്ചു. ഞങ്ങൾ അമേരിക്കൻ ചോപ്സിയും പിന്നെ വെജ് നൂഡിൽസും മേടിച്ചു. അത് ഞങ്ങൾ ഫുൾ വടിച്ച് തീർത്തു. അങ്ങനെ അതും കഴിച്ചു കേട്ടോ. ഫാമിലി ആയിട്ടായിരുന്നു എല്ലാത്തിനും പോകുന്നത് ഞങ്ങൾ പോവുകയാണെങ്കിൽ. പിന്നെ അവിടെ നല്ല രസമുണ്ടായിരുന്നു. ആ ഹോട്ടലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പാർക്കും ഹോട്ടലും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.